നമ്മുടെ നാട്ടിൽ മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് തണുപ്പ് വരും, ചൂട് വരും, ഇങ്ങനെ രണ്ട് കാലാവസ്ഥകൾ പോലെ ഈർപ്പമുള്ള ഒരു കാലാവസ്ഥ, അങ്ങനെയൊക്കെ കാലാവസ്ഥ മാറി മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പൂപ്പൽ വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇതിന് മിക്കവാറും ആൾക്കാരുടെ ക്യാമറയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫംഗസ് ഒരു വർഷത്തിൽ വരാറുണ്ട്. അല്ലെങ്കിൽ അത് ആ രീതിയിൽ സംരക്ഷിച്ചതിന് മുന്നോട്ട് കൊണ്ടുപോകണം. ക്യാമറ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ക്യാമറ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൃത്യമായ ഒരു ബാക്ക് പാക്ക് ഉപയോഗിച്ചിരിക്കണം. സാധാരണ ഒരു ലെതർ ബാഗ് അല്ല നിങ്ങൾ ക്യാമറ കൊണ്ട് നടക്കാൻ ഉപയോഗിക്കേണ്ടത്. ക്യാമറയ്ക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അതിന് എക്സ്ട്രാ പ്രൊട്ടക്ഷനുള്ള ബാക്ക് പാക്കുകളാണ് നിങ്ങൾ ക്യാമറ കൊണ്ടുപോകാൻ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ക്യാമറ ബാഗിനകത്ത് നിങ്ങളുടെ ഈ മോയ്സ്ചർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സിലിക്ക ക്രിസ്റ്റൽസ് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇത് കിട്ടുക മെഡിക്കൽ സ്റ്റോറുകൾ അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈ ലൈനിലാണ് ഇത് കിട്ടുക. അതും അല്ലെങ്കിൽ ലെതർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് സിലിക്ക ക്രിസ്റ്റൽസ് വാങ്ങിക്കാൻ കിട്ടും. ഒരു 200-250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സിലിക്ക ക്രിസ്റ്റലിൻ്റെ പാക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. പുതിയ ഷൂ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് നിങ്ങളുടെ ക്യാമറയുടെ ബാക്ക് പോക്കറ്റിലോ അല്ലെങ്കിൽ സൈഡ് പോക്കറ്റിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2-3 ദിവസം ബാഗിനകത്ത് ക്യാമറ സൂക്ഷിച്ചാലും നിങ്ങൾക്ക് ക്യാമറക്ക് വലിയൊരു ദോഷമില്ലാത്ത രീതിയിൽ അതിനെ ഈർപ്പം വലിച്ചെടുത്ത് ഈ ക്രിസ്റ്റൽസ് നിങ്ങളെ സഹായിക്കും. പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങൾ ക്യാമറയും ലെൻസും അതുപോലെയുള്ള ഡിവൈസസ്, ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻറ്റ്സ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാമറ ഡ്രൈ ബോക്സുകൾ ഉപയോഗിച്ചിരിക്കണം. ഡ്രൈ ബോക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അലമാരിയാണ്, പക്ഷേ അതിനകത്ത് കൃത്യമായി ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് സെൻസറുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്യാമറ ആ ഡ്രൈ ബോക്സിനടുത്ത് അകത്ത് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 35-ൻ്റെയും 40 ഡിഗ്രിയുടെയും ഇടയിലുള്ള ഒരു ചൂട് തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഫംഗസ് എന്ന് പറയുന്ന ചെടികൾക്ക് വളരാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങൾ കഷ്ടകാലത്തിനെങ്ങാനും ക്യാമറ നനഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനൊക്കെ ഈ ക്യാബിനറ്റുകൾ നിങ്ങളെ സഹായിക്കും. അതിനെ വിളിക്കുന്ന പേര് ഡ്രൈ ക്യാബിനറ്റ് എന്നാണ്. സാധാരണ ഒരു വിൻഡോയുള്ള ഒരു അലമാരി പോലെ തന്നെയുള്ള ഒരു ഡിവൈസാണ്. പക്ഷേ അതിനകത്ത് ഒരു ഹീറ്ററും ഒരു സെൻസറും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഒരു 100 ലിറ്ററിൻ്റെ ഒരു ഡ്രൈ ബോക്സ് അല്ലെങ്കിൽ ഡ്രൈ ക്യാബിനറ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ലെൻസുകളും ക്യാമറ ബോഡിയും ഒട്ടുമിക്ക സാധനങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ഫ്ലാഷുകളൊക്കെ അതിനകത്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇത് ഇന്ന് മാർക്കറ്റിൽ 6000 രൂപ മുതൽ 40,000 രൂപ വരെയുള്ള ഡ്രൈ ബോക്സുകൾ ലഭ്യമാണ്. ഇനി പല ആൾക്കാരും തന്നെ സാധാരണ അലമാരികളെ ഡ്രൈ ബോക്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് ഡിജിറ്റൽ സെൻസറുകൾ, തെർമോസ്റ്റാറ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ സാധിക്കും. ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്ന തെർമോസ്റ്റാറ്റുകൾ വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഡ്രൈ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഡ്രൈ ക്യാബിനറ്റിനകത്ത് നിശ്ചിത അളവിൽ ഹ്യൂമിഡിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ കരുതും ഹ്യൂമിഡിറ്റി ഉണ്ടാകുമ്പോൾ പൂപ്പൽ വരും എന്നൊക്കെ. പക്ഷേ ഹ്യൂമിഡിറ്റി 0 ആയിക്കഴിഞ്ഞാൽ, അതായത് ഇതിൽ പറയുന്നത് 20-30% ഹ്യൂമിഡിറ്റി നിങ്ങളുടെ ഡ്രൈ ക്യാബിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി 0 ആയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. നിങ്ങളുടെ ക്യാമറയുടെ സൈഡിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള റെക്സിനുകൾ, നിങ്ങളിപ്പോൾ ക്യാമറ പിടിക്കുന്ന ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പരുവരുപ്പുള്ള ഒരു മെറ്റീരിയൽ ഒട്ടിച്ചു വെച്ചതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ ലെൻസിൻ്റെ റിങ്ങുകൾ നല്ല സോഫ്റ്റ് റബ്ബറിലാണ് തീർത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഇളകി പോരാൻ, അതിൻ്റെ പശയൊക്കെ ഇളകിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഇളകി പൊളിഞ്ഞ് പുറത്തോട്ട് മരത്തിൻ്റെ തൊലിയൊക്കെ പൊളിഞ്ഞു പോരുന്നത് പോലെ നിങ്ങളുടെ ക്യാമറയുടെ ബോഡിയിൽ ഒട്ടിച്ചിട്ടുള്ള എല്ലാ എക്സ്ട്രാ ആക്സസറീസും ഇളകിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈ ബോക്സിനകത്ത് അല്ലെങ്കിൽ ഡ്രൈ ക്യാബിനറ്റിനകത്ത് നിശ്ചിത അളവിൽ ഹ്യൂമിഡിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതിനായിട്ട് ഒരു ബോട്ടിൽ, വായു കുറുകിയിരിക്കുന്ന ഒരു ബോട്ടിൽ വെള്ളം അതിനകത്ത് സൂക്ഷിച്ചാൽ മതി. അടച്ചു വയ്ക്കരുത്, തുറന്ന് വയ്ക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഹ്യൂമിഡിറ്റി അതിനകത്ത് വരും. ഇടയ്ക്ക് പിന്നെ നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഈ ഡോറ് അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ് ഒന്ന് തുറന്നടക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഹ്യൂമിഡിറ്റി ഓവറായിട്ടുണ്ടെങ്കിൽ ആ സമയത്തേക്ക് പുറത്തു പോകാൻ സഹായിക്കും. പക്ഷേ ഹ്യൂമിഡിറ്റി അധികമായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ ഫംഗസ് വരുത്താൻ വേണ്ടിയുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഡ്രൈ ക്യാബിനറ്റ്
ക്യാബിനറ്റ് വാങ്ങിക്കുന്നവർ, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രൈ ക്യാബിനറ്റ് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക, ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, രണ്ടും കൺട്രോളുള്ള നിങ്ങൾക്ക് ലാർജ് സൈസിലുള്ള ഡ്രൈ ക്യാബിനറ്റുകൾ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരിക. അല്ലാത്ത പക്ഷം ടെമ്പറേച്ചർ മാത്രം കൺട്രോളർ ഉള്ളതാണെങ്കിൽ എല്ലാ സമയത്തും നിങ്ങൾ ഹ്യൂമിഡിറ്റിയെക്കുറിച്ച് അലേർട്ടായിരിക്കണം. ഹ്യൂമിഡിറ്റി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയുടെ തൊലി പൊളിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരും.